ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യയിലെ കപ്പ് കോമ്പറ്റീഷനായ സൂപ്പർ കപ്പ് കഴിഞ്ഞ തവണ ഒഡീഷയിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. കലിംഗ സൂപ്പർ കപ്പ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ISLലും ഐ ലീഗിലുമുള്ള ആകെ 16 ടീമുകളായിരുന്നു ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നത്. 4 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിക്കൊണ്ട് തിരിച്ചിരുന്നു. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ടീമുകൾ സെമിയിലേക്ക് യോഗ്യത നേടുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഫോർമാറ്റിലായിരുന്നു സൂപ്പർ കപ്പ് നടന്നിരുന്നത്. കഴിഞ്ഞ തവണ ഈസ്റ്റ് ബംഗാളാണ് ഈ ഒരു സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒഡീഷയെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയും ചെയ്തിരുന്നു. സീസണിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഇത് നടന്നിരുന്നത്. ഇതിനോട് പല ക്ലബ്ബുകൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളെ പരിക്കിന്റെ പ്രശ്നങ്ങൾ അലട്ടുകയും ചെയ്തിരുന്നു. തുടർന്ന് സൂപ്പർ കപ്പിന്റെ ഫോർമാറ്റിൽ മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരുന്നു. 7 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആയിക്കൊണ്ട് നടത്താനായിരുന്നു ആദ്യ പദ്ധതികൾ ഉണ്ടായിരുന്നത്. ഒക്ടോബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഇങ്ങനെ ISLനിടക്ക് നടത്താനായിരുന്നു തീരുമാനം. പക്ഷേ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അതിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. മറിച്ച് ISL സീസൺ അവസാനിച്ചതിന് ശേഷം ഈ ഒരു സൂപ്പർ കപ്പ് നടത്താനാണ് അവരിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഫോർമാറ്റിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നോക്കൌട്ട് ടൂർണമെന്റ് ആയിക്കൊണ്ടാണ് സൂപ്പർ കപ്പ് നടക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ ടീമുകൾക്ക് കളിക്കേണ്ടി വന്നേക്കില്ല. ഇതിന് പുറമെ കിരീടം നേടുന്ന ടീമിന് AFCയുടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗ്യതയും ലഭിക്കും എന്നുള്ളതാണ്. ഇത് ക്ലബ്ബുകളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. കോണ്ടിനെന്റൽ യോഗ്യത ലഭിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച ടീമിനെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നുണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. AFCയുടെ നിയമപ്രകാരം അവരുടെ കോമ്പറ്റീഷനിൽ കളിക്കണമെങ്കിൽ സീസണിൽ ചുരുങ്ങിയത് 27 മത്സരങ്ങളെങ്കിലും ഓരോ ക്ലബ്ബുകളും കളിക്കേണ്ടതുണ്ട്. ആ ക്രൈറ്റീരിയ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ISLൽ തന്നെ 24 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഡ്യൂറന്റ് കപ്പിൽ 3 മത്സരങ്ങൾ ചുരുങ്ങിയത് കളിക്കുന്നുണ്ട്. ഏതായാലും ഇത്തവണത്തെ സൂപ്പർ കപ്പ് ISL അവസാനിച്ചതിന് ശേഷമാണ് നടക്കുക. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ ഒരു സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷകൾ ഉണ്ടോ എന്നുള്ളതാണ്. ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ ക്ലബിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ കോമ്പറ്റീഷനുകൾക്കും വലിയ പ്രാധാന്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകാറുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും നിരാശപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോണ്ടിനെന്റൽ യോഗ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ടീമുകളും തങ്ങളുടെ ഏറ്റവും മികച്ച ഒരു ടീമിനെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച താരങ്ങളെ തന്നെ അണിനിരത്താനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ കിരീട പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഇപ്പോൾ അങ്ങനെയാണ്. പക്ഷേ സൂപ്പർ കപ്പ് തുടങ്ങാൻ ഇനിയും ഒരുപാട് മാസക്കാലം അവശേഷിക്കുന്നുണ്ട്. ഈ കാലയളവിനുള്ളിൽ ഒരു ടീം എന്ന നിലയിൽ പുരോഗതി കൈവരിക്കുകയാണെങ്കിൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് അവിടെ പ്രതീക്ഷകൾ വെച്ച് തുടങ്ങാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.